ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധി പറയുന്നു, ദയവ് ചെയ്തിന്റെ സർട്ടിഫിക്കറ്റ്സ് തരൂ. അതിനുശേഷം ഞാൻ ഈ വീട്ടിലേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് വിഷമമില്ല. പക്ഷേ എന്റെ സർട്ടിഫിക്കറ്റ്സ് എനിക്ക് വേണം. അത് കിട്ടിയാ പിന്നെ നിങ്ങളുടെ കൺമുന്നിൽ ഞാൻ ഒരിക്കലും വരില്ല. രാജീവ് പറയുന്നു, നിർത്ത്. ചെറിയ കുഞ്ഞുങ്ങളെ വാശി പിടിച്ച് നിലവിളിക്കുന്നത് പോലെ നിലവിളിച്ചാൽ നിന്റെ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ചോ? അരുൺ ഇവളുടെ സർട്ടിഫിക്കറ്റ്സ്, ആധാർ കാർഡ്, പാൻ കാർഡ് തുടങ്ങിയ എല്ലാ ഡോക്യുമെന്റ്സും എടുത്തോണ്ട് വാ. അച്ഛാന്ന് വിളിച്ച അരുൺ മടിച്ചു നിൽക്കുമ്പോൾ രാജീവ് പറയുന്നു, നിന്നോട് ചെല്ലാനാ പറഞ്ഞത്. അരുൺ അത് എടുക്കാനായി പോകുമ്പോൾ സൂര്യ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. ഹേമ പറയുന്നു, രാജീവേട്ട മതി, ഇങ്ങനെ ദേഷ്യപ്പെടാതെ. രാജീവ് പറയുന്നു, നീ മിണ്ടിപ്പോകരുത്. തുടർന്ന് സർട്ടിഫിക്കറ്റുമായി അരുൺ അവിടേക്ക് വരുമ്പോൾ ഇങ്ങിതാന്ന് പറഞ്ഞ് അതിലേക്ക് പിടിക്കുകയാണ് നിധി. അരുൺ പറയുന്നു, നിധി വിടാനാ പറഞ്ഞത്. നിധി പറയുന്നു, ഇത് എന്റെയാ, എനിക്ക് വേണം. കൈ തട്ടി മാറ്റി അരുൺ പറയുന്നു, മാറി നിക്കടി അങ്ങോട്ട്. രാജ അങ്ങനെ അരുൺ സർട്ടിഫിക്കറ്റ്സ് രാജീവിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നിധി പറയുന്നു, അച്ഛ പ്ലീസ്, എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ്സ് വേണം. എനിക്ക് അങ്ങോട്ട് പോണോ അച്ഛ? രാജീവ് പറയുന്നു, മാറ്. അച്ഛ പ്ലീസ് എന്ന് പറഞ്ഞ നിധി സർട്ടിഫിക്കറ്റ്സിലേക്ക് പിടിക്കുമ്പോൾ കൈ തട്ടി മാറ്റി രാജീവ് ചോദിക്കുന്നു, ഇതല്ലേ നിനക്ക് വേണ്ടത്? ഇത് വെച്ചല്ലേ നീ സ്വപ്നം കണ്ടതുപോലെ ജോലി ചെയ്ത് ജീവിക്കാൻ പോകുന്നത്? നിനക്ക് ഞാൻ 2 ഓപ്ഷൻസ് തരാം. ഈ സർട്ടിഫിക്കറ്റ്സ് നിനക്ക് വേണമെങ്കിൽ ഈ വീട്ടിൽ ഞങ്ങൾ പറയുന്നത് പോലെ നീ ജീവിക്കണം. പകരം തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ പോയി ആ റാസ്കലിന്റെ ഭാര്യയായിട്ട് ജീവിക്കാനാണ് തീരുമാനമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ്സോ ID പ്രൂഫോ ഒന്നുമില്ലാതെ നീ അങ്ങോട്ട് മടങ്ങും. നിധി ചോദിക്കുന്നു, അച്ഛ എന്തിനച്ഛ ഇങ്ങനെ കാണിക്കുന്നത്? ഈ സർട്ടിഫിക്കറ്റ്സും ID പ്രൂഫും ഇല്ലാതെ എങ്ങോട്ട് പോയിട്ടും എനിക്ക് ഉപകാരമില്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ അച്ഛന്റെ കാല് പിടിക്കാം. പ്ലീസ് അച്ഛ, പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്. പ്ലീസ് പ്ലീസ് അച്ഛ, ഞാൻ ഇനിയും വേറൊന്നും ആവശ്യപ്പെടില്ല. ഹേമ പറയുന്നു, കൊടുക്കരുത് രാജീവേട്ട. നീ കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ ശരിയാ, പക്ഷെ നിന്നെ പഠിപ്പിച്ചത് ഞങ്ങളാ. ഞങ്ങളുടെ ഒന്നും ആവശ്യമില്ലാതെ ഉപേക്ഷിച്ചു പോകുന്നവൾക്ക് ഞങ്ങൾ പഠിപ്പിച്ച സർട്ടിഫിക്കറ്റ്സ് മാത്രം എന്തിനാ? നിധി പറയുന്നു, അമ്മ എങ്ങനെ പറയല്ലേ അമ്മേ, പ്ലീസ്. രാജീവ് പറയുന്നു, എന്റെ ക്ഷമയെ നീ ഒരുപാട് പരീക്ഷിക്കരുത്. ഞാൻ നിനക്ക് 5 മിനിറ്റ് സമയം തരാം. അതിനുള്ളിൽ നിനക്കൊരു തീരുമാനം പറയാം. കാര്യങ്ങളുണ്ട്. നിധി പറയുന്നു, അമ്മ പ്ലീസ് അമ്മേ, അച്ഛനോടൊന്ന് പറ. ഹേമ പറയുന്നു, എനിക്കൊന്നും കേൾക്കണ്ട. അരുണിന്റെ അരികിലേക്ക് ചെന്ന് അപേക്ഷിക്കുകയാണ് നിധി. അരുൺ നിധിയെ തള്ളി മാറ്റുമ്പോൾ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് സൂര്യ. സാന്ദ്ര വിഷമത്തോടുകൂടി നിൽക്കുന്നു. നിധി പറയുന്നു, പ്ലീസ് അച്ഛ, അതെനിക്ക് താ, ഞാൻ അതുമായിട്ട് പൊയ്ക്കോളാം. ഞാൻ ഇനി ഒരിക്കലും നിങ്ങളെ ശല്യപ്പെടുത്തില്ല. ഫയലിനകത്ത് നിന്നും സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചുകൊണ്ട് രാജീവ് ചോദിക്കുന്നു, നീ ഇവിടെ വന്നത് ഇത് വാങ്ങാൻ വേണ്ടി മാത്രമല്ലേ? നിന്റെ സർട്ടിഫിക്കറ്റ്സും ഡോക്യുമെന്റ്സും ഇതല്ലേ? ലൈറ്റർ എടുത്ത് ആ സർട്ടിഫിക്കറ്റ് കത്തിക്കുകയാണ് രാജീവ്. നിധി പറയുന്നു, അച്ഛ അത് കത്തിക്കല്ലേ അച്ഛ, പ്ലീസ് അച്ഛ, അച്ഛ അത് കത്തിക്കല്ലേ. അവിടെ നിക്കടിയെന്ന് പറഞ്ഞ് അരുണും ഹേമയും നിധിയുടെ കയ്യിൽ മുറുകെ പിടിക്കുകയാണ്. സൂര്യ സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. രാജീവ് ആ സർട്ടിഫിക്കറ്റ്സ് കത്തിച്ചു കളയുമ്പോൾ അച്ഛാന്ന് വിളിച്ച് പൊട്ടിക്കരയുകയാണ് നിധി. സാന്ദ്ര വിഷമത്തോടുകൂടി നിധിയെ നോക്കുന്നു. വീടെന്ന് പറഞ്ഞ് ഹേമയുടെയും അരുണിന്റെയും കൈ തട്ടിമാറ്റി തീ അണയ്ക്കാനായി ശ്രമിക്കുകയാണ് നിധി. ഹേമ പറയുന്നു, ഇനി എങ്ങനെയാ നീ ഈ വീട്ടിൽ നിന്ന് പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. വാടി, എഴുന്നേൽക്ക്. അരുണെ വന്ന് പിടിക്കവിടെ. എടി വരാനാ പറഞ്ഞത്. വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് ബലമായി അവർ നിധിയെ പിടിച്ചു വലിക്കുകയാണ്. വീടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി കൈ തട്ടിമാറ്റി രാജീവിന്റെ അരികിലേക്ക് ചെന്ന് നിധി പറയുന്നു, ഞാൻ ചത്തുപോയി കണക്കാക്കിക്കോളാമെന്ന് നിങ്ങൾ പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പോലെ ക്രൂരമായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇനി മേലിൽ എനിക്ക് അച്ഛനോ അമ്മയോ ചേട്ടനോ ആരുമില്ല. ഞാൻ ഇനി മുതൽ ഒറ്റയ്ക്കാ. എനിക്കിനിയും സ്വന്തമോ ബന്ധമോ ഒന്നുമില്ല. ഇതെന്റെ ഭാവിയായിരുന്നു. ഇത് എന്റെ മുന്നിലിട്ട് നിങ്ങൾ കത്തിച്ചു കളഞ്ഞത്. വേറെ എന്ത് മറന്നാലും ഇത് ഞാൻ മറക്കില്ല. ഇതിന് നിങ്ങൾക്ക് ഞാൻ ഒരു കാലത്തും മാപ്പ് തരില്ല. ഇത് വെച്ച് ഞാൻ ജീവിക്കേണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞു എന്നാണ് അച്ഛാ. നിങ്ങൾ കത്തിച്ചു കളഞ്ഞത് ഈ സർട്ടിഫിക്കറ്റ്സ് മാത്രമല്ല, എന്റെ സ്വപ്നങ്ങളും കൂടിയാ. ഇതിലും ഭേദം നിങ്ങൾ എന്നെ ജീവനോടെ കത്തിച്ചു കളയുന്നതായിരുന്നു. ഞാൻ പോവാ. ഇനി ഒരിക്കലും നിങ്ങളെ അന്വേഷിച്ച് ഞാൻ ഇങ്ങോട്ട് വരില്ല. അങ്ങനെ നിധി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ഹേമ ഉറക്കെ എടീന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട് നിധി അവിടെ നിൽക്കുമ്പോൾ ഹേമ ചോദിക്കുന്നു, നിന്നോട് ഇവിടുന്ന് പോകാൻ ആരാ പറഞ്ഞത്? ഇത് കേട്ട് നിധി ചോദിക്കുന്നു, നിങ്ങളോട് ചോദിച്ചിട്ട് വേണോ എനിക്ക് പോകാൻ? ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഹേമയും അരുണും രാജീവും സാന്ദ്രയും സൂര്യയും എല്ലാം. നിധി പറയുന്നു, ഇങ്ങോട്ട് വരാൻ അറിയാമെങ്കിലേ എനിക്ക് പോകാനും അറിയാം. പുച്ഛത്തോടുകൂടി അരുൺ പറയുന്നു, ഇനി നീ പോയിട്ട് എന്ത് ചെയ്യാനാ? എല്ലാം കത്തിപ്പോയില്ലേ? നിധി പറയുന്നു, എനിക്കിനി എന്ത് ചെയ്യാനാകുമെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നോട് ഇങ്ങനെ ചെയ്തതോർത്ത് നിങ്ങൾ സങ്കടപ്പെടുന്ന ഒരു ദിവസം വരും. നോക്കിക്കോ, അന്ന് നിങ്ങൾ എന്നെ തേടി വരും. ഈ വെണ്ണീർ എടുത്ത് സൂക്ഷിച്ചു വെച്ചു. നിങ്ങളായിട്ട് കൊന്നുകളഞ്ഞ മകളുടെ ചാരം എന്ന പേരിൽ ഒഴുക്കാൻ ഇതിരിക്കട്ടെ കയ്യില്. ഇത് കേട്ട് രാജീവ് പറയുന്നു, നിധി നീ അതിരു കടക്കുന്നു. നിധി പറയുന്നു, ഇനി എനിക്ക് സംസാരിക്കാൻ അതിരുകളുടെ പേടി വേണ്ടച്ച. ആ ഭയവും ബഹുമാനവും ഭക്തിയും ഇന്നത്തോടെ തീർന്നു. ഇത്രനാളും ഞാൻ ഈ വീട് വിട്ടു പോയതില് കുറ്റബോധം തോന്നിയിരുന്നു. നിങ്ങളെയൊക്കെ നാണം കെടുത്തിയല്ലോ എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. ഇനി അതില്ല. ചെയ്തതിൽ എനിക്ക് തരുമ്പും കുറ്റബോധമില്ല. ഇത്രയും ക്രൂരമായിട്ട് പെരുമാറുന്ന ഒരു കുടുംബത്തോട് ഞാൻ ചെയ്തത് ഏറ്റവും വലിയ ശരിയെന്നാ ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നത്. ഇത് കേട്ട് ഹേമ പറയുന്നു, വായടക്കടി, കൈ നീട്ടി നിനക്കൊരെണ്ണം തന്നാലുണ്ടല്ലോ. അങ്ങനെ ഹേമ നിധിയുടെ നേരെ കൈ ഉയർത്തുമ്പോൾ ദേഷ്യത്തോടുകൂടി കയ്യിൽ കയറി പിടിച്ച് തടയുകയാണ് നിധി. ഹേമയും രാജീവും അരുണും സാന്ദ്രയും സൂര്യയും എല്ലാം ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ്. ബലമായി ഹേമയുടെ കൈ പിടിച്ചു താഴ്ത്തി നിധി പറയുന്നു, നിങ്ങളിനി മിണ്ടിപ്പോകരുത്. നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച ഞാൻ ഇവിടേക്ക് വന്നത്. സ്വന്തം മകളുടെ ഭാവി നശിപ്പിക്കാൻ നിങ്ങളും കൂടി കൂട്ടുനിന്നല്ലോ എന്നോർത്ത് ഇനി നിങ്ങൾ ദുഃഖിക്കും. ഹേമ പറയുന്നു, ഇല്ലടി, എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാത്ത നിന്നെ പോലെ ഒരുവളെ
മോളെ പ്രസവിച്ചല്ലോന്നോർത്ത് എനിക്ക് നാണം തോന്നുന്നടി. അച്ഛന്റെ മുന്നില് ചെയ്ത വൃത്തികേടിനെ ന്യായീകരിക്കാൻ അത്രയ്ക്ക് തൊലിക്കട്ടി വേണവടി. നിധി പറയുന്നു, അച്ഛന് ഞാൻ ചത്തുപോയവളായി. നിങ്ങൾക്ക് എന്നെ പെറ്റതിൽ നാണക്കേടും അല്ലേ അമ്മ? ഇതേ വാഗൊണ്ട് നിങ്ങൾ എന്നെ പറ്റി മാറ്റി പറയും. ഞാൻ പറയിപ്പിക്കും. അതുവരെ ഈ വീട്ടിൽ ഞാൻ കാലുകുത്തില്ല. ഗുഡ് ബൈ. അങ്ങനെ നിധി അവിടെ നിന്ന് പോകുമ്പോൾ ഹേമ പറയുന്നു, നിധി മോളെ നിക്ക്. നിധി എന്ന് വിളിച്ച് സാന്ദ്രയും പിന്നാലെ പോവുകയാണ്. ഹേമ പറയുന്നു, നിധി മോളെ അമ്മയൊന്ന് പറയട്ടെ. നിധി ഗേറ്റിന്റെ അരികിലേക്ക് പോകുമ്പോൾ പിന്നാലെ ഓടി വരികയാണ് ഹേമയും സാന്ദ്രയും സൂര്യയും അരുണും. ഹേമ പറയുന്നു, എടാ പോയി വിളിച്ചോണ്ട് വാ പോ. നിധി എന്ന് വിളിച്ച് ഗേറ്റിന്റെ അരികിലേക്ക് ഓടി വരികയാണ് അരുണും സൂര്യയും. കരഞ്ഞുകൊണ്ടിറങ്ങി വരുന്ന നിധിയെ കണ്ട് നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി എന്തു പറ്റി? അപ്പോൾ സൂര്യ ചോദിക്കാണ്, ഇവൻ എന്താ ഇവിടെ? എടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് നികേഷിന്റെ ഷട്ടിൽ കുത്തിപ്പിടിക്കുകയാണ് അരുൺ. വിടെന്ന് പറഞ്ഞ് അരുണിനെ പിടിച്ചു മാറ്റുകയാണ് നിധി. എടാന്ന് വിളിച്ച് അരുൺ വീണ്ടും നികേഷിന്റെ നേരെ ചെല്ലുമ്പോൾ മുന്നിലേക്ക് കയറി നിന്ന് നിധി പറയുന്നു, തൊട്ടുപോകരുതെന്നാ പറഞ്ഞത്. അരുൺ ചോദിക്കുന്നു, ആരാടി ഇവൻ? ഇവിടെയുള്ളവരെക്കാളും വലുതാണോ ഇവന്റെ നാണംകെട്ട കുടുംബത്തിലെ ആളുകൾ? നിധി പറയുന്നു, അതെ, സ്വയം പ്രതാപികളെന്ന് അഹങ്കരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെക്കാളും നന്മയും അന്തസ്സും നിങ്ങൾ പറഞ്ഞ ഈ നാണംകെട്ട കുടുംബത്തിനുണ്ട്. അതെനിക്ക് മനസ്സിലായി. അതെങ്ങനെ നിങ്ങൾക്കറിയാൻ പറ്റും? നിങ്ങളും ഈ കുടുംബത്തിലെ ആളായി പോയില്ലേ? സൂര്യ പറയുന്നു, നിധി നീ ഇട്ടിറങ്ങി പോകുന്നത് സ്വത്തും തറവാടിത്തവും അന്തസ്സും ഒക്കെയുള്ള ഒരു വലിയ കുടുംബത്തെയാ. കൂട്ടത്തിൽ എന്നെ പോലെ ഒരാളെ ഒരിക്കലെങ്കിലും നിനക്കൊന്ന് ആലോചിച്ചു നോക്കിക്കൂടെ? നിധി പറയുന്നു, ചീ പോടോ. നികേഷ് വാ വരാന്ന് പറഞ്ഞ നികേഷിന്റെ കൈയും പിടിച്ച് അവിടെ നിന്ന് പോവുകയാണ് നിധി. നികേഷ് പുഞ്ചിരിച്ച് സ്നേഹത്തോടുകൂടി നിധിയെ തന്നെ നോക്കുകയാണ്. തുടർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നികേഷിന്റെ ഒപ്പം റോഡ് സൈഡിലൂടെ നടന്നു വരികയാണ് നിധി. നികേഷ് പറയുന്നു, ഏട്ടത്തി നിക്ക്. ദേ ഇങ്ങനെ കരങ്ങോട്ട് നടന്നാൽ ആളുകൾ ശ്രദ്ധിക്കും. ആ ബസ് സ്റ്റോപ്പിൽ കുറച്ചു നേരം ഇരിക്കാം. വാ ഇങ്ങോട്ടിരിക്കെ, ഞാൻ പോയി വെള്ളം വാങ്ങി വരാം. ഇരുന്നു. ഇത് കേട്ട് നിധി അവിടേക്ക് ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. തുടർന്ന് വെള്ളവുമായി അവിടേക്ക് വന്ന നികേഷ് പറയുന്നു, ഏട്ടത്തി ദാ മുഖം ഒന്ന് കഴുകിക്കോ. നികേഷിനെ ഒന്ന് നോക്കിയിട്ട് വെള്ളം വാങ്ങിച്ച് മുഖം കഴുകുകയാണ് നിധി. കരഞ്ഞുകൊണ്ട് നിധി ഓർക്കുന്നു, രാജീവ് സർട്ടിഫിക്കറ്റ്സ് കത്തിച്ചു കളഞ്ഞത്. നികേഷ് ചോദിക്കുന്നു, എന്താ ഏട്ടത്തി ഉണ്ടായത്? സർട്ടിഫിക്കറ്റ്സ് അവര് തരില്ലെന്ന് പറഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിധി പറയുന്നു, എന്നെ എന്റെ അമ്മയും ഏട്ടത്തിയും കൂടി ചതിച്ചു. വീട്ടിൽ അവര് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലേ അവരെന്നെ വിളിപ്പിച്ചത്. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, അച്ഛനും ചേട്ടനും. കുറെ കഴിഞ്ഞപ്പോൾ അയാളും വന്നു. നികേഷ് പറയുന്നു, അത് ഞാൻ കണ്ടിരുന്നു. നിധി പറയുകയാണ്, എന്നെ എന്തെങ്കിലും പറഞ്ഞ് അവിടെ വരുത്തി പിടിച്ചു വെക്കാനാ അവര് പ്ലാൻ ചെയ്തത്, അല്ലാതെ സർട്ടിഫിക്കറ്റ്സ് തരാനല്ല. ഞാനതിന് സമ്മതിക്കില്ലെന്നറിഞ്ഞപ്പോൾ എന്റെ സർട്ടിഫിക്കറ്റ്സും ID പ്രൂഫും ഒക്കെ അവരെന്റെ മുന്നിലിട്ട് കത്തിച്ചു കളഞ്ഞു. നികേഷ് പറയുന്നു, കരയല്ലേ എടുത്തി? നിധി പറയുകയാണ്, എന്റെ വീട്ടുകാരെ ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചിരുന്നു. ദേഷ്യം കൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും എന്നെ കുറിച്ചും എന്റെ ഭാവിയെ കുറിച്ചും അവർക്കും കൺസേൺ ഉണ്ടാകുമെന്ന് കരുതി. പക്ഷെ എന്റെ ജീവിതം തുലഞ്ഞാലും വേണ്ടില്ല, അവരുടെ വാശി ജയിക്കണമെന്ന് അവർക്ക്. ഞാൻ എന്ന വ്യക്തി അവർക്ക് മുന്നിൽ ആരുമല്ലെന്ന് അവർക്ക് അവരുടെ വാശിയും വൈരാഗ്യവും ആണ് വലുതെന്നും എനിക്ക് മനസ്സിലായി. ഇതെല്ലാം കേട്ട് നികേഷ് കരയുമ്പോൾ നിധി ചോദിക്കുന്നു, നീ എന്തിനാ കരയുന്നത്? നീ കരയണ്ട. നികേഷ് പറയുന്നു, ഏട്ടത്തി കരയാതിരിക്കുക. കണ്ണീര് തുടച്ച് നിധി പറയുന്നു, ഇല്ല ഞാൻ കരയുന്നില്ല. പെട്ടെന്ന് നിധി ഓർക്കുകയാണ് രാജീവ് സർട്ടിഫിക്കറ്റ്സ് കത്തിച്ചു കളഞ്ഞത്. ശേഷം കണ്ണീര് തുടച്ച് നിധി പറയുന്നു, വാ നിനക്ക് വിശക്കുന്നില്ലേ? നമുക്ക് എന്തേലും കഴിക്കാം, വാ പോകാം. ഇത് കേട്ട് നികേഷ് നിധിയുടെ ഒപ്പം പോവുകയാണ്. തുടർന്ന് ഹോട്ടലിലേക്ക് വന്ന നിധി പറയുന്നു, ബിരിയാണി കഴിച്ചാലോ? ഈ കടയിലെ ബിരിയാണി നല്ലതാണെന്നാ പറയുന്നത്. നികേഷ് പറയുന്നു, ഞാൻ എന്തിനും റെഡി. നിധി പറയുന്നു, 2 ചിക്കൻ ബിരിയാണി. വെയിറ്റർ ചോദിക്കുന്നു, വേറെന്തെങ്കിലും? നികേഷ് പറയുകയാണ്, അത് മതി. ചുറ്റും നോക്കി നികേഷ് ചോദിക്കുന്നു, ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ? നിധി പറയുകയാണ്, നല്ല കാര്യം, ഇതാ ഫസ്റ്റ് ടൈമോന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അച്ഛൻ ഇവിടെ ഒന്നും വരാൻ ഇഷ്ടമല്ല, വേണമെങ്കിൽ വീട്ടിലേക്ക് ഓർഡർ ചെയ്യും. നികേഷ് ചോദിക്കുന്നു, അപ്പോ ഹോട്ടലിലേക്ക് പോയിട്ടില്ലേ? നിധി പറയുന്നു, അതൊക്കെയുണ്ട്. ഫാമിലിയായിട്ട് പുറത്തു പോകുമ്പോൾ ചില ഹോട്ടലിലൊക്കെ കയറും. അപ്പൊ അച്ഛനും കൂടെ ഉണ്ടാകുമല്ലോ, അല്ലാതെ എവിടേക്കും വിടില്ല. കൂട്ടുകാരോടൊപ്പം കോളേജ് ക്യാന്റീനിൽ കയറിയ പോലും ഞാനത് അച്ഛനോട് പറയാറില്ല. ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന 2 സ്ഥലമേ ഉള്ളൂ, കോളേജ് പിന്നെ അമ്പലം. ഉത്സവകാലത്താണെങ്കിൽ അച്ഛനോ ചേട്ടനോ ഇല്ലാതെ പോകാനും പാടില്ല. അത്രയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടും എനിക്ക് അച്ഛനെയും ചേട്ടനെയും വലിയ കാര്യമായിരുന്നു. എല്ലാം ചെയ്യുന്നത് എന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ ഇന്ന് എനിക്ക് അത് അങ്ങനെയല്ലെന്ന് മനസ്സിലായി. ലോകത്ത് ഒരച്ഛനും ചെയ്യാത്ത കാര്യമാണ് എന്റെ അച്ഛൻ ചെയ്തത്. ചെറുപ്പത്തിൽ ക്ലാസ്സുകളിൽ ഫസ്റ്റ് വാങ്ങി വരുമ്പോൾ എന്റെ വാരിയെടുത്ത് ഉമ്മ വെക്കാറുള്ള അച്ഛനാണ് ഇന്ന് എന്റെ സർട്ടിഫിക്കറ്റ്സ് കത്തിച്ചു കളഞ്ഞതെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. അവരെ എതിർത്ത് വീട് വിട്ടു പോകുന്നതില് എനിക്ക് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. ഒരുപാട് രാത്രികളില് ഞാൻ അതോർത്ത് കരഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അവരാരും വേണ്ടാന്നുള്ള ഒരു തോന്നല. ഇനി മുതൽ അത് എന്റെ വീടല്ലെന്ന് പറഞ്ഞിട്ടാ ഞാൻ പോന്നത്. ആരും ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു കാണിക്കും. ഈ സമയം വെയിറ്റർ ബിരിയാണി കൊണ്ട് വെക്കുകയാണ്. അത് വാങ്ങി അവിടേക്ക് വെച്ച് നികേഷ് പറയുന്നു, ഏട്ടത്തി നിങ്ങൾക്ക് ആരും ഇല്ലെന്ന് മാത്രം പറയരുതേ, ഞങ്ങളില്ലേ, ആ വീടില്ലേ, ഇനി ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുതേ. പുഞ്ചിരിച്ച് നിധി പറയുന്നു, ശരി നീ കഴിക്ക്, എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോ കേട്ടോ, എന്റെ കയ്യിൽ കാശുണ്ട്. നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടനും സുധീഷ് ഏട്ടനുമേ എന്റെ കയ്യിലും ആവശ്യത്തിന് കാശ് തന്നാ വിട്ടത്, ഏട്ടത്തി കഴിക്കാൻ നോക്ക്. അങ്ങനെ നികേഷ് നിധിക്ക് ബിരിയാണി എടുത്തു കൊടുക്കുകയാണ്. തുടർന്ന് നികേഷ് പറയുന്നു, ഏട്ടത്തി കഴിക്ക്. നിധി നികേഷിന്റെ ഒപ്പം ബിരിയാണി കഴിക്കുകയാണ്. ഈ സമയം നികേഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഹരീഷ് ഏട്ടനാണെന്ന് പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ് നികേഷ്. ഹരീഷ് ചോദിക്കുന്നു, എവിടെയാടാ? ഇവിടെ ഉണ്ടെന്ന് നികേഷ് പറയുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, ഏട്ടത്തിയോ? നികേഷ് പറയുന്നു, എന്റെ കൂടെ ഉണ്ട്. ഹരീഷ് ചോദിക്കാണ്, നിങ്ങൾ പുറപ്പെട്ടില്ലേ? നികേഷ് പറയുന്നു, ഇല്ല, ഇപ്പൊ ഏട്ടത്തിയുടെ വീടിനടുത്തുനിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ഇത് കഴിഞ്ഞ് പുറപ്പെടും. ഹരീഷ്
ചോദിക്കുന്നു, എടാ അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? നികേഷ് പറയുന്നു, കുഴപ്പം. അങ്ങനെ ഫോൺ മാറ്റി പിടിച്ച് നികേഷ് ചോദിക്കാണ്, അവിടെ പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. നിധി പറയുന്നു, അയ്യോ ഒന്നും പറയണ്ട. നികേഷ് പറയുകയാണ്, ഇല്ലേട്ടാ ഒന്നുമില്ല. ഹരീഷ് പറയുന്നു, ശരി സൂക്ഷിച്ചു വാ. എടാ നികേഷേ, ഏട്ടത്തിക്ക് ബസ്സിൽ വരുന്നത് കൊണ്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഉണ്ടെങ്കിൽ കാർ ബുക്ക് ചെയ്യാം, ഞാൻ ചോദിക്കാമെന്ന് നികേഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്ക്. ശരി ഏട്ടാ എന്ന് പറഞ്ഞ് നികേഷ് ഫോൺ കട്ട് ചെയ്യുകയാണ്. ശേഷം നികേഷ് പറയുന്നു, ഏട്ടത്തിക്ക് ബസ്സിൽ വരുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഹരീഷ് ഏട്ടൻ കാർ ബുക്ക് ചെയ്യാമെന്ന്. നിധി പറയുന്നു, അയ്യോ അതൊന്നും വേണ്ട, നമുക്ക് ബസ് തന്നെ മതി. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് സുധീഷ്. നിധി പറയുന്നു, നിന്റെ ചേട്ടൻ തന്നെയാ? നികേഷ് ചോദിക്കുന്നു, ഹരീഷ് ഏട്ടനോ? പുഞ്ചിരിച്ച നിധി പറയുന്നു, അല്ല സുധീഷ്. നികേഷ് ചോദിക്കുന്നു, ഇതെന്താ എല്ലാവരും മാറി മാറി വിളിക്കുന്നത്? അറ്റൻഡ് ചെയ്. നിധി ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, പുറപ്പെട്ടോ? പുറപ്പെട്ടു എന്ന് നിധി മൂളുമ്പോൾ സുധീഷ് ചോദിക്കണം, എവിടെ എത്തി? നിധി പറയുന്നു, എവിടെ എത്തിയില്ല, ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. സുധീഷ് ചോദിക്കുന്നു, അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ? ഇത് കേട്ട് നിധി മൂളുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, നേരെ ഇനിയും തിരുവനന്തപുരത്തേക്ക് തന്നെയാണല്ലേ? നിധി ചോദിക്കുന്നു, വേറെ എവിടെ പോകാനാ? സുധീഷ് പറയുന്നു, ശരി ശരി, അല്ല സർട്ടിഫിക്കറ്റ്സ് എല്ലാം കിട്ടിയായിരുന്നോ? വിഷമത്തോടു കൂടി നിധി പറയുകയാണ്, ഇല്ല തന്നില്ല. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, തന്നില്ലേ? അതെന്ത് പറ്റി? നിധി പറയുന്നു, അത് വീട്ടിലെത്തിയിട്ട് പറയാം. സുധീഷ് ചോദിക്കുന്നു, വേറെന്തേലും പ്രശ്നം ഉണ്ടായോ? നിധി പറയുന്നു, അത് അവരെന്നോട് തിരിച്ചു പോകണ്ടെന്ന് പറഞ്ഞു. സുധീഷ് പറയുന്നു, അത് ഞാൻ ഊഹിച്ചു, എനിക്കറിയാമായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. നിധി പറയുന്നു, ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സുധീഷ് പറയുകയാണ്, നന്നായി. നിധി പറയുകയാണ്, ബാക്കിയെല്ലാം അവിടെ വന്നിട്ട് പറയാം. സുധീഷ് പറയുന്നു, ശരി ശരി വെച്ചേക്ക്. പിന്നെ ഒരു മിനിറ്റ്. എന്താന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, സൂക്ഷിച്ചു വരണേ. ശരി എന്ന് പറഞ്ഞ് നിധി ഫോൺ കട്ട് ചെയ്യുമ്പോൾ സുധീഷ് സന്തോഷത്തോടു കൂടി സുഭാഷിന്റെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു, സുഭാഷ് ഏട്ടാ ആ കൈ ഇങ്ങ് തന്നെ. എന്തിനെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ആ കൈ ഇങ്ങിതാ, കൈ തരാൻ. സുഭാഷ് പറയുന്നു, എടാ കൈ ചെളിയാടാ. സുധീഷ് പറയുകയാണ്, അതൊന്നും സാരമില്ല, നിങ്ങൾ കൈ തന്നെ. സുഭാഷ് കൈ നീട്ടുമ്പോൾ സുധീഷ് പറയുന്നു, ഇനി എന്റെ കൈ പിടിച്ചൊന്ന് കുലുക്കിയേ, എന്നിട്ട് പറ കൺഗ്രാറ്റുലേഷൻസ് എന്ന്. സുഭാഷ് ചോദിക്കുന്നു, എന്താ കാര്യം? സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ നിധി വീട്ടിൽ നിന്ന് തിരിച്ചു, അവൾ അവിടെ നിൽക്കുന്നില്ലാന്ന്. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി സുധീഷിന് കൈ കൊടുത്തുകൊണ്ട് സുഭാഷ് പറയുന്നു, കോട് കൈ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ കുട്ടി തിരിച്ചു വരുമെന്ന്. സുധീഷ് പറയുന്നു, എന്റെ സുഭാഷ് ഏട്ടാ നിങ്ങളുടെ നാവ് പൊന്നാകട്ടെ, ഒരു സംശയമില്ല. പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, എന്നാ വിട്ടോ. സുധീഷ് വളരെ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നികേഷും നിധിയും റോഡ് സൈഡിലൂടെ നടന്നു വരുമ്പോൾ കാറിൽ ആവടി വരികയാണ് സൂര്യ. അവരുടെ അരികിലേക്ക് കാറ് നിർത്തി സന്തോഷത്തോടു കൂടി നിധിന്ന് വിളിക്കുകയാണ് സൂര്യ. ഇത് കേട്ട് തിരിഞ്ഞു നോക്കുകയാണ് നിധിയും നികേഷും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. രാത്രി നികേഷിന്റെ ഒപ്പം കിളിക്കൂട്ടിലേക്ക് മടങ്ങി എത്തുകയാണ് നിധി. വിഷമത്തോടു കൂടി ഇരിക്കുന്ന നിധിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് സുഭാഷും ഹരീഷും സുധീഷും നികേഷും. നിധിയും നികേഷും നടന്ന കാര്യങ്ങളെല്ലാം അവരോട് തുറന്നു പറയുകയാണ്. കരഞ്ഞുകൊണ്ട് നിധി പറയുന്നു, അവരെ പറ്റി ശരിക്കും മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടി. എന്നെ തോൽപ്പിക്കാനല്ലേ അവര് നോക്കിയത്, എങ്ങനെയും അവരുടെ മുമ്പിൽ ഞാൻ ജയിച്ചു കാണിക്കും. ഇത് കേട്ട് വിഷമത്തോടുകൂടി നിധിയെ നോക്കുകയാണ് സുഭാഷും സുധീഷും ഹരീഷും നികേഷും. പിന്നീട് കാണിക്കുന്നത് രാവിലെ നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ് സുധീഷും ഹരീഷും നികേഷും. അവരെ വിളിച്ചുണർത്താനായി അവിടേക്ക് വരികയാണ് നിധി. ഒപ്പം സുഭാഷും ഉണ്ട്. ഒരു പാത്രവും സ്പൂണും എടുത്ത് കൊട്ടിക്കൊണ്ട് എല്ലാവരെയും വിളിച്ചുണർത്തുകയാണ് നിധി. ബഹളം കേട്ട് എഴുന്നേറ്റിരിക്കുകയാണ് എല്ലാവരും. നിധി ചോദിക്കുന്നു, നിങ്ങളോടൊക്കെ എത്ര തവണ പറയണം, രാവിലെ എഴുന്നേറ്റ് ഒരാൾ മാത്രം ജോലി ചെയ്യുക, ബാക്കിയുള്ളവര് കിടന്നുറങ്ങുക. ഇനി മുതൽ എല്ലാ ദിവസവും കാലത്തെ നേരത്തെ എഴുന്നേൽക്കണം. നിധിയുടെ വാക്കുകൾ കേട്ട് അവർ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിധി ചോദിക്കുന്നു, ഹലോ, പായും തലേണ എടുക്കാൻ നിങ്ങളുടെ വേലക്കാരി വരുമോ? ഇത് കേട്ട് എല്ലാവരും പായും തലേണ എടുത്ത് മടക്കി വെക്കുകയാണ്. സുഭാഷ് സന്തോഷത്തോടുകൂടി നിധിയോട് സംസാരിക്കുന്നു. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.